ഇസ്രയേൽ ഗാസയിൽ അതിശക്തമായ ആക്രമണം പുനരാരംഭിച്ചിരിക്കുകയാണ്. ആദ്യ വെടിനിർത്തൽ കരാർ അവസാനിച്ചതോടുകൂടി പിന്നീട് തുടരെ ആക്രമണങ്ങളാണ് അമേരിക്കയുടെ പിന്തുണയോടെ ഇപ്പോൾ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും 50-ലധികം ആളുകൾ കൊല്ലപ്പെട്ടതായിട്ടുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അവിടെ ഉള്ള പ്രധാനപ്പെട്ട ജനവാസ കേന്ദ്രങ്ങളും ആശുപത്രികളും ഒന്നും ഒഴിവാക്കാതെ ശക്തമായ ആക്രമണമാണ് ഇസ്രയേൽ നടത്തുന്നത്. എന്താണ് ഇതിന് പിന്നിലെ ഇസ്രയേലിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ലക്ഷ്യം? ഇപ്പോൾ ഇങ്ങനെ ശക്തമായ ആക്രമണം നടത്തുന്നതിന് പിന്നിൽ എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത്. കാരണം പലസ്തീൻ ഏതാണ്ട് അവിടെ ഒരു കുരുതിക്കളമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവിടെ ഇനി ഒന്നുമില്ല, എല്ലാം ഏതാണ്ട് നശിപ്പിക്കപ്പെട്ടു. ഹോസ്പിറ്റലുകൾ നശിപ്പിക്കപ്പെട്ടു, സ്കൂളുകൾ നശിപ്പിക്കപ്പെട്ടു, വ്യാപാര കേന്ദ്രങ്ങൾ നശിപ്പിക്കപ്പെട്ടു. മുഴുവൻ ഏതാണ്ട് അവിടെ ഓരോ ദിവസവും വെറും കരിങ്കൽ കൂനകളുമായി മാത്രം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമായി പലസ്തീൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. 2023 ഒക്ടോബർ 7 അവിടെയുള്ള ഹമാസ് ഇസ്രയേൽ ആക്രമിക്കുകയും അവിടെയുള്ള ധാരാളം ആളുകളെ 256-ലധികം പേരെ ബന്ദികളാക്കുകയും 1000-ലധികം പേരെ വധിക്കുകയൊക്കെ ചെയ്ത ആക്രമണത്തിന് തിരിച്ചടി എന്നോണമാണ് ഇസ്രയേൽ തങ്ങളുടെ ആക്രമണം ആരംഭിച്ചത്. ഇസ്രയേൽ കൊടുത്ത ഈ തിരിച്ചടി പിന്നീട് വളരെ വലിയ യുദ്ധമായി മാറുകയും അതിന് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പരിപൂർണമായ പിന്തുണ പ്രഖ്യാപിക്കുകയും ഹമാസിനെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്തുകൊണ്ട് മാത്രമേ തങ്ങൾ പിന്നോക്കം പോകൂ എന്ന് ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിക്കുകയും ചെയ്തതോടുകൂടി നിരന്തരമായ ആക്രമണങ്ങൾക്ക് പലസ്തീനും ഗാസയും വിധേയമായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ആക്രമണം, പ്രത്യേകിച്ച് ഒന്നാം വെടിനിർത്തൽ കരാർ ജനുവരി വരെ നിലവിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ ജനുവരി മുതൽ വന്ന ആ ഒന്നാം വെടിനിർത്തൽ കരാറിൽ അവർ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഹമാസ് ബന്ദികളാക്കിയിട്ടുള്ളവരെയൊക്കെ വിട്ടയക്കണം. അതിന് ബദലായി യുദ്ധ തടവുകാരായി പിടിച്ച ധാരാളം പാലസ്തീനികളെ ഇസ്രായേലും വെറുതെ വിടും. കൂടാതെ അവർക്ക് ഭക്ഷണവും മരുന്നും വെള്ളവും ഒക്കെ എത്തിക്കാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കും. പല പ്രദേശങ്ങൾ പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ നിന്ന് ഇതുവരെയും പിടിച്ചെടുത്ത ചില പ്രദേശങ്ങളിൽ നിന്നൊക്കെ അവർക്ക് മടങ്ങി പോകുന്നതിനൊക്കെയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. ഇങ്ങനെ പലതരത്തിലുള്ള എഗ്രിമെന്റുകൾ അവർ തമ്മിൽ ഉണ്ടായിരുന്നെങ്കിലും ഒന്നാം വെടിനിർത്തൽ കരാറിൽ അവസാനിക്കുന്നതോടുകൂടി ഏതാണ്ട് രണ്ടാം വെടിനിർത്തൽ കരാറിന്റെ ചർച്ചകൾ പുനരാരംഭിക്കും എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള കരാറുകളിൽ രണ്ടുപേരും ഏതാണ്ട് വീഴ്ച വരുത്തിയതായിട്ടാണ് ലോകം കരുതുന്നത്. കാരണം മുഴുവൻ ബന്ദികളെയും വിട്ടുകൊടുക്കണം എന്ന് ഇസ്രയേൽ ആവശ്യപ്പെടുമ്പോൾ അങ്ങനെ വിട്ടുകൊടുക്കാതെ അവരെ സമ്മർദ്ദത്തിലാക്കി തങ്ങളുടെ വരുതിക്ക് നിർത്തുവാനാണ് ഹമാസ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്നാൽ മുഴുവൻ ബന്ദികളെയും വിട്ടു കൊടുക്കാതെ യാതൊരു തരത്തിലുള്ള നീക്കുപോക്കിനും തങ്ങൾ തയ്യാറല്ല എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി ഇസ്രയേലുള്ള ബന്ധുക്കളുടെ സമ്മർദ്ദത്തെ പോലും അതിജീവിച്ചുകൊണ്ട് അതിശക്തമായിട്ടുള്ള ആക്രമണത്തിനാണ് ഇപ്പോൾ ഇസ്രയേൽ തയ്യാറായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തുകൊണ്ടാണ് ഇസ്രയേൽ ഇത്രയേറെ ശക്തമായ ആക്രമണത്തിന് ഇപ്പോൾ മുതിരുന്നത് എന്നുള്ള ചോദ്യം പലരും ഉന്നയിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് കരുതുന്നത് ഇസ്രയേൽ അവിടെ ഒരു സുരക്ഷാ മേഖല, ഒരു ബഫർ സോൺ രൂപീകരിക്കുന്ന തിരക്കിലാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് റഫയും അതുപോലെ തന്നെ വടക്കൻ ബെയ്ത്ത് ഹാനിനും അതുപോലെ തന്നെ വടക്കൻ ബെയ്ത്ത് ലാഹിയും ഒക്കെ ഉൾപ്പെടുന്ന പ്രദേശങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് അവിടെ ഒരു സുരക്ഷാ മേഖല നിർമ്മിക്കുന്നതിൽ അമേരിക്കയുടെ സപ്പോർട്ടോടുകൂടി ഇസ്രായേൽ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഈ സുരക്ഷാ മേഖല അവരുടെ അതിർത്തി പ്രദേശങ്ങൾ സുരക്ഷിതമാക്കുന്നതിനും അവരുടെ വ്യാപാരം സുരക്ഷിതമാക്കുന്നതിനും അതുപോലെ തന്നെ അവിടെയുള്ള ഹമാസിനെ പരിപൂർണമായി ഇല്ലായ്മ ചെയ്യുന്നതിനും ഒക്കെ ഇസ്രായേലിനെ സഹായിക്കും എന്നുള്ളത് കൊണ്ടാണ് ഈ സുരക്ഷാ മേഖലയ്ക്ക്, നേരത്തെ തന്നെ അങ്ങനത്തെ സുരക്ഷാ മേഖല അവർ അതിനോട് ചേർന്ന് നിർമ്മിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ അത് കൂടുതൽ ശക്തമാക്കിക്കൊണ്ട് ഗാസയുടെ ഏകദേശം 25% പ്രദേശത്തോളം പൂർണ്ണമായും തങ്ങളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനാണ് ഇസ്രയേൽ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്നുള്ളത്. ഇപ്പോൾ കിട്ടുന്ന വാർത്തയനുസരിച്ച് അവിടെയുള്ള 25ഓളം ഭക്ഷണ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടുകയാണ്. ഈ 25 ധാരാളം ഭക്ഷണ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടുന്നു എന്ന് പറയുമ്പോൾ അവിടെ അന്തർദേശീയമായി നിലനിൽക്കുന്നതാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അവിടെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭക്ഷണ വിതരണ ശൃംഖല ഉൾപ്പെടെ മുഴുവൻ അടച്ചുപൂട്ടുകയാണ്. അതിന്റെ അർത്ഥം പലസ്തീൻകാരുടെ ജീവിതം എന്ന് പറയുന്നത് നരകതുല്യമായി മാറുകയാണ് എന്നുള്ളതാണ്. കാരണം ഭക്ഷണവും മരുന്നും എത്തിക്കുന്നതിന് വേണ്ടി തങ്ങൾക്ക് അനുകൂലമായ പാത ഒരുക്കണം, അതിനുവേണ്ടി സഹായം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പോലും ഇസ്രായേൽ പറഞ്ഞത് ബന്ദികളെ വിട്ട് കിട്ടാതെയുള്ള ഒരു നീക്കത്തിനും തങ്ങൾ തയ്യാറല്ല എന്നുള്ളതാണ്. അപ്പൊ ഹമാസ് പൂർണ്ണമായും ഇതിനെല്ലാം മറന്നുകൊണ്ട് അവരുടെ സാധാരണ ജനങ്ങളുടെ മനുഷ്യാവകാശങ്ങളെ പോലും മറന്നുകൊണ്ട് തങ്ങളുടെ ഉദ്ദേശം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്രായേലിനെ ഇപ്പം ഇല്ലാതാക്കി കളയാം, അല്ലെങ്കിൽ ഇപ്പം സമ്മർദ്ദത്തിലാക്കി കളയാം എന്നുള്ള അതിമോഹത്തോടുകൂടി അതിശക്തമായിട്ടുള്ള നിലപാടുകളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇതിൽ വിട്ടുവീഴ്ചയില്ലാതെ തങ്ങൾ ഒരു കാരണവശാലും
ഹമാസിനെ വെച്ചു പൊറുപ്പിക്കില്ല എന്നുള്ള ഉറച്ച നിലപാടുകളുമായിട്ടാണ് അമേരിക്കയുടെ വൈറ്റ് ഹൗസിന്റെ പിന്തുണയോടുകൂടി ബെഞ്ചമിൻ നെതന്യാഹു മുന്നേറുന്നത്. വിമർശകർ പറയുന്നത് ബെഞ്ചമിൻ നെതന്യാഹു ഇങ്ങനെ പോകുന്നതിന് ചില കാരണങ്ങളുണ്ട് എന്നുള്ളതാണ്. കാരണം ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയുള്ള അവിടെയുള്ള ആഭ്യന്തരമായിട്ടുള്ള അസ്ഥിരത വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിനെതിരെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു, അദ്ദേഹത്തിനെതിരെ നിലപാടെടുക്കുന്ന സൈനിക മേധാവികളെ അദ്ദേഹം പുറത്താക്കുന്നു, ഇങ്ങനെ പല കാര്യങ്ങളും അവിടെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ആരോപിക്കപ്പെടുന്നുണ്ട് എങ്കിലും അടിസ്ഥാനപരമായി നോക്കിയാൽ ഇസ്രായേൽ തങ്ങളുടെ സുരക്ഷയ്ക്ക് തന്നെയാണ് മുൻതൂക്കം നൽകുന്നത്, തങ്ങളുടെ താല്പര്യങ്ങൾക്ക് തന്നെയാണ് മുൻതൂക്കം നൽകുന്നത് എന്നുള്ളതാണ്. ഹമാസിന്റെ നിലനിൽപ്പ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അപകടകരമായി തന്നെ തുടരും എന്നുള്ളത് കൊണ്ട് അതിനെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്നുള്ളതാണ്. ഐക്യരാഷ്ട്ര സംഘടന അവിടെ നിയോഗിച്ചിരുന്ന 260ഓളം തങ്ങളുടെ സന്നദ്ധ പ്രവർത്തകരെ ഈ അടുത്ത കാലത്ത് പിൻവലിച്ചിരുന്നു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവിടെ ഐക്യരാഷ്ട്ര സംഘടന പറയുന്നത് അവിടെ പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം നിലവിലുള്ളത് കൊണ്ടാണ് എന്നാണ്. എന്നാൽ അമേരിക്കയുടെ ഡൊണാൾഡ് ട്രംപിന്റെ അതിശക്തമായ സമ്മർദ്ദത്തെ തുടർന്നാണ് അവരെ പോലും പിൻവലിച്ചത് എന്നുള്ള വാർത്തയാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം അങ്ങനെ ഒരു തരത്തിലുള്ള സഹായവും പലസ്തീന് നൽകണ്ട എന്നുള്ളത് കൊണ്ട് അവിടെ ഭക്ഷണം എത്തിക്കേണ്ട, മരുന്ന് എത്തിക്കേണ്ട ഒരു കാരണവശാലും. കാരണം അവിടെ ഈ നോമ്പ് സമയത്ത് ഇതിന്റെയൊക്കെ പേര് പറഞ്ഞിട്ട് അവിടെ റീഗ്രൂപ്പ് ചെയ്യുന്നതായിട്ടുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ റീഗ്രൂപ്പ് ചെയ്യാൻ, പ്രത്യേകിച്ച് 1ാം വെടിനിർത്തൽ കരാറിന്റെ സമയത്ത് അവിടെ ഇസ്രായേൽ പലയിടത്തും ഒളിക്യാമറകൾ സ്ഥാപിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പൊ പിന്നീട് അവർ മനസ്സിലാക്കുന്നത് ഈ ഗ്രൂപ്പുകളെല്ലാം ഛിന്ന ഭിന്നമായി പോയ 1ാം വെടിനിർത്തൽ കരാറിന് മുമ്പുള്ള ആക്രമണത്തിൽ ഛിന്ന ഭിന്നമായി പോയ ഹമാസ് തീവ്രവാദികളൊക്കെ നോമ്പ് സമയത്ത് പല ഭാഗത്തും ഒരുമിച്ച് കൂടുന്നതായും ചില പ്രത്യേക സമയത്ത് അവർ ഒരുമിച്ച് വരുന്നതായും ഒക്കെ ഇസ്രായേൽ ശ്രദ്ധിച്ചിരുന്നു. അവരെയൊക്കെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് ഇസ്രായേൽ കൈക്കൊള്ളുന്നത് എന്നാണ്. മണ്ടന്മാരായിട്ടുള്ള ഈ ഹമാസ് ഇപ്പോൾ ഏത് അർത്ഥത്തിലാണ് അവർക്ക് പിടിച്ചു നിൽക്കാനാവുക എന്ന് നമുക്ക് പറയാനാവില്ല. അവിടെയുള്ള ജനങ്ങൾ പോലും ഏതാണ്ട് ഹമാസിനെതിരെ തിരഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഏതാണ്ട് പലരും സൂചിപ്പിക്കുന്നത് പോലെ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കുന്ന രീതിയാണ് ഇപ്പോൾ പാലസ്തീനിൽ ഇസ്രായേൽ പ്രയോഗിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഹമാസിലെ അവിടെ നിന്ന് പുറത്താക്കുവാൻ, ഗസയിൽ നിന്ന് പുറത്താക്കുവാൻ ഗസയിലെ ജനങ്ങൾ തന്നെ, പാലസ്തീനികൾ തന്നെ പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചയാണ്. ഞങ്ങൾക്ക് നിങ്ങളെ വേണ്ട, ഭക്ഷണവും മരുന്നുമാണ് ഞങ്ങൾക്ക് ആവശ്യം, നിങ്ങൾ പുറത്തു പോകൂ, നിങ്ങൾ പുറത്തു പോയാൽ മാത്രമേ ഞങ്ങൾക്ക് ഭക്ഷണവും മരുന്നും കിട്ടൂ എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായ പ്രതിഷേധങ്ങൾക്ക് അവിടെയുള്ള പല പ്രദേശങ്ങളും വടക്കൻ ഗസയൊക്കെ പ്രതിഷേധത്തിന്റെ വേദികളായി മാറുന്നത് ഈ അടുത്ത സമയത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അവരെയൊക്കെ നിയന്ത്രിക്കുവാൻ ഈ ഹമാസ് വളരെയധികം പാടുപെടുന്നുണ്ട്, ഹമാസ് ഭരണകൂടം വളരെയധികം പാടുപെടുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെ പ്രധാനമായും 2-3 തന്ത്രങ്ങൾ ഇസ്രായേൽ ആവിഷ്കരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെയുള്ള ഭരണ നേതൃത്വത്തിൽ ഇരിക്കുന്നവരെ ചെറിയ മൈക്രോ ആക്രമണങ്ങളിലൂടെ, ചെറിയ ആക്രമണങ്ങളിലൂടെ, ആളില്ലാ ഡ്രോണുകൾ ഉപയോഗിച്ചും അല്ലാതെയൊക്കെ നടത്തുന്ന ആക്രമണങ്ങളിലൂടെ അവിടെ ഭരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ടുള്ള ചിലരെ വധിക്കുക എന്നുള്ള ഒരു പദ്ധതിയാണ് ഒന്ന്. ഇസ്രായേലി അടുത്ത കാലത്തായി അവരുടെ പ്രധാനപ്പെട്ട ഭരണവിഭാഗങ്ങളുടെ ചില തലവന്മാരെ വധിച്ചിരുന്നു എന്നുള്ളതാണ്. ഹമാസിൽ പല ഭരണവുമായി ബന്ധപ്പെട്ട പലരെയും വധിച്ചിരുന്നു എന്നുള്ളതാണ്. രണ്ടാമത് അവരുന്നയിച്ചിട്ടുള്ള, അവരെ ലക്ഷ്യമിടുന്നത് ഏതർത്ഥത്തിലും അവരെ ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ട് ഈ യുദ്ധത്തിന് ഒരു അറുതി വരുത്തുക എന്നുള്ളതാണ്. ഭക്ഷണവും മരുന്നും ഒന്നും എത്തിക്കാതെ, അവശ്യ സാധനങ്ങളൊന്നും തന്നെ ആ പ്രദേശത്ത് എത്തിക്കാതെ അവിടെയുള്ള ആളുകളെ പരമാവധി സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് തങ്ങളുടെ ബന്ധുക്കളെ വിട്ടുകിട്ടുന്നതിനും അതുപോലെ തന്നെ യുദ്ധത്തിനൊരു പരിഹാരം കാണുന്നതിനുമാണ് ഇസ്രായേൽ പരിശ്രമിക്കുന്നത്. മൂന്നാമത് അവിടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമുണ്ട്. അത് അമേരിക്കൻ പ്രസിഡന്റായുള്ള ഡൊണാൾഡ് ട്രംപ് തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഗസ പിടിച്ചെടുത്ത് ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ 3 ലക്ഷ്യങ്ങൾ പറയുമ്പോൾ തന്നെ അവിടെ ഒരു ബഫർ സോണും ഒരു സുരക്ഷാ മേഖലയും ഒരുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇസ്രായേൽ നടത്തുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഗസയിൽ നിന്ന് അവസാന ആളുകൾ പോലും, പലസ്തീന് പോലും അവിടെ ഒഴിഞ്ഞു പോകണം, ആ പ്രദേശം ഒഴിഞ്ഞു പോകണം എന്നുള്ള നിലപാടാണ് അവർ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അത് അങ്ങനെ ഒഴിഞ്ഞു പോകാനുള്ള കാരണം എന്ന് പറയുന്നത് അവർ ആ പ്രദേശത്തെ തുടച്ചു നീക്കിക്കൊണ്ട്, ആ പ്രദേശത്തെ മുഴുവൻ സ്ഥാപനങ്ങളെയും തുടച്ചു നീക്കിക്കൊണ്ട് ഒരു പുതിയ പ്രദേശം കെട്ടിപ്പടുക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അവിടെ ഇപ്പം നടത്തിയ ആക്രമണത്തിൽ പോലും 50-ലധികം ആളുകളാണ്. ഇപ്പോൾ ഈ മാർച്ച് 18-ന് ആക്രമണം പുനരാരംഭിച്ചതിന് ശേഷം ഏതാണ്ട് 1000-ലധികം ആളുകൾ, 1200-ലധികം ആളുകൾ ഇതിനോടകം വധിക്കപ്പെട്ടിട്ടുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നരക ജീവിതമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഗാസയെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള ജനങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത്. പക്ഷെ അവിടെ ഈ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഹമാസിലെ പ്രധാനപ്പെട്ട തീവ്രവാദികളെല്ലാം തന്നെ അവർ പലപ്പോഴും അധിവസിക്കുന്നത് വളരെ വിശാലമായിട്ടുള്ള
പുരോഗതിയുള്ള മറ്റ് രാജ്യങ്ങളിലൊക്കെ ഇരുന്നുകൊണ്ടാണ് ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറയുന്നത്. അവിടെയുള്ള ജനതയുടെ ജീവിതം അതീവ ദുഷ്കരമായി മാറ്റിക്കൊണ്ട് ഈ 2023 ഒക്ടോബർ 7 ഈ ആക്രമണം നടത്തുമ്പോൾ തന്നെ അവർ ഇത്ര വലിയൊരു തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് ഖത്തറിലെ ഹമാസിന്റെ വിഭാഗം തലവൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതായിട്ടുള്ള വാർത്തകളുണ്ട്. അദ്ദേഹം പറഞ്ഞത് തങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ എങ്കിൽ പിന്നീടുള്ള അവരുടെ ഓരോ നിലപാടുകൾ എടുത്ത് പരിശോധിച്ചാലും ഏതാണ്ട് അബദ്ധത്തിൽ ചാടിപ്പോയി പിന്നീട് പിന്തിരിഞ്ഞു പോകാനും പറ്റാത്തൊരവസ്ഥയിലേക്ക് അവർ ചെന്ന് ചാടുകയാണ്. എങ്കിലും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. ബന്ദികളെ വിട്ടുകൊടുക്കാതെ ഇസ്രായേൽ പൗരന്മാർക്ക് എന്തുമാത്രം വില ഇസ്രായേൽ നൽകുന്നുണ്ട് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. ബന്ദികളെ വെച്ചുകൊണ്ട് ഒരു ചർച്ചയ്ക്കും ഇസ്രായേൽ തയ്യാറല്ല എന്നുള്ളതാണ്. 256 ബന്ദികളിൽ ഇനി കുറെ പേരെയൊക്കെ അവർ മോചിപ്പിച്ചെങ്കിലും ഇനിയും ധാരാളം ആളുകളെ മോചിപ്പിക്കുവാനുണ്ട്. അവരിൽ പലരും മരിച്ചുപോയി എന്നുള്ളതാണ്, അല്ലെങ്കിൽ പലരും വധിക്കപ്പെട്ടു ഇതിനോടകം തന്നെ എന്നുള്ളതാണ്. അതിനൊക്കെ ഹമാസ് ഒരുപക്ഷെ മറുപടി പറയേണ്ടി വരും എന്നുള്ളതാണ്. പക്ഷെ എന്തായാലും ഈ ബന്ദികളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇസ്രായേൽ തയ്യാറല്ല എന്ന് മാത്രമല്ല, പൂർണ്ണമായും ഗസയിലെ ചില പ്രദേശങ്ങൾ ഒഴിഞ്ഞു പോകണം എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു അഥവാ ഇസ്രായേൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഈ അതിർത്തി സുരക്ഷകൾ ഉറപ്പുവരുത്തുന്നതിനും അതുപോലെ തന്നെ പിന്നീടുള്ള ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും താല്പര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സുരക്ഷാ മേഖല ഗസയിൽ സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യം. ഗസ വളരെ പ്രധാനമായ ഒരു പ്രദേശം കൂടിയാണ്. ആ ഗസയിൽ ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഇസ്രായേലിനുണ്ട് എന്ന് പറയപ്പെടുന്നു. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ നടക്കുന്ന തിരിച്ചടികളും ഇതിനോടകം ഒന്നാലോചിച്ച് നോക്കണം. ഒരു വശത്ത് ഈ ആക്രമണം പുരോഗമിക്കുമ്പോൾ അങ്ങ് യമനിൽ ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിന്റെ ഭാഗമായി അവിടെയുള്ള ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അഥവാ പലസ്തീന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാൻ ഹൂതികൾക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് ഹൂതികൾ ഏതാണ്ട് ഈ ചരക്ക് ഗതാഗതത്തിന്റെ ഈ ചെങ്കടലിലെ ചരക്ക് ഗതാഗതത്തെ മുഴുവൻ തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള അവിടെ പോകുന്ന കപ്പലുകൾ പിടിച്ചെടുക്കുന്നു, അവരുടെ വ്യാപാരത്തെ തടസ്സപ്പെടുത്തുന്നു, ഇങ്ങനെയുള്ള ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു വശത്ത്. അപ്പൊ അതിന് എതിരെ ശക്തമായ തിരിച്ചടിയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശം മൂലം നടത്തിയിട്ടുള്ളത്. അവിടെയും ആക്രമണം നടത്തി 138 പേർ കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. അപ്പൊ ഏതാണ്ട് എവിടെയൊക്കെ ഹൂതികളും അല്ലെങ്കിൽ ഹമാസിന്റെയും പിന്തുണയുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ തലപൊക്കുന്നു അവിടെയെല്ലാം ഒരുമിച്ച് ശക്തമായ ഒരേ സമയമുള്ള ആക്രമണത്തിനാണ് ഇസ്രയേലും അമേരിക്കയും ഒക്കെ ഇപ്പോൾ ശ്രദ്ധയൂന്നുന്നത് എന്നുള്ളതാണ് ഒരു കാര്യം. എന്തായാലും വരും കാലത്ത് നടക്കുന്ന ചർച്ചകൾ എത്രത്തോളം ഫലപ്രദമാകും എന്നുള്ളതാണ് നമ്മളേവരും ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഐക്യരാഷ്ട്ര സംഘടനയുടെ പോലും സഹായഹസ്തങ്ങൾ എത്താതിരിക്കാൻ തക്കവണ്ണം യുദ്ധമേഖല അതീവ സംഘർഷമായി മാറിയിരിക്കുന്ന ഒരവസ്ഥയാണ് പാലസ്തീൻ പ്രദേശത്ത് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഗസയാകട്ടെ ഇതിന്റെ എല്ലാം ഒരു ശ്രദ്ധാകേന്ദ്രമായി നിലകൊള്ളുകയും ചെയ്യുന്നു. അവിടെ സമാധാനത്തിന്റെ വെള്ളരിപ്രാവ് ഇനി എന്നെത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് ലോകം, അല്ലെങ്കിൽ ആശങ്കയോടെ ജനം കാത്തിരിക്കുകയാണ്. കാരണം അവിടെയുള്ള പലസ്തീൻ ജനത, ഗസയിലുള്ള ജനങ്ങൾ പോലും ഈ ഭീകരവാദികൾക്കെതിരെ, അവിടെയുള്ള ഹമാസ് തീവ്രവാദികൾക്കെതിരെ പ്രതിഷേധിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ പ്രതിഷേധത്തിൽ മാത്രമാണ് ഇനി നമ്മളുടെ പ്രതീക്ഷ കൊള്ളുന്നത്. അവിടെയുള്ള ജനങ്ങൾ തന്നെ അവിടെയുള്ള തീവ്രവാദികളെ ആട്ടി ഓടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മാത്രമേ അത് തുടങ്ങിയിട്ടുണ്ട്. അത് എത്രത്തോളം പരിപൂർണമായി മാറുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും എന്തായാലും ഇപ്പോൾ പലസ്തീന്റെ സമാധാനം അഥവാ ഗസയുടെ സമാധാനം അതിലാണ് നിലകൊള്ളുക എന്നുള്ളതാണ്. നിങ്ങളോടൊപ്പം ആ ജനങ്ങളോടൊപ്പം നമ്മളും കാത്തിരിക്കുകയാണ് ഒരു നല്ല നാളേക്ക് വേണ്ടി. അവിടെ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും നേതൃത്വത്തിലുള്ള ശക്തികൾ നടത്തുന്ന തേരോട്ടം അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാണ്. എന്നാൽ ഗസയിലുള്ള പാവം ജനതയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭക്ഷണവും മരുന്നും ഒക്കെ അടിയന്തരമായി കിട്ടുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. ആ ആവശ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് അവിടെയുള്ള ജനത പോലും ഇപ്പോൾ പ്രതിഷേധിച്ചു തുടങ്ങിയിരിക്കുന്നത്. അതിലാണ് നമ്മുടെ പ്രതീക്ഷ. അത് അധികം വൈകാതെ ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് നിങ്ങളോടൊപ്പം ഞാനും.